പെരുമ്പാവൂരിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് പേരുകേട്ട നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻ ചരിത്രം കുറിക്കുന്നു. വിവാഹ പാർട്ടികളുടെ സമ്പൂർണ്ണ വെഡിംഗ് ജ്വല്ലറി ഡെസ്റ്റിനേഷനിൽ ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ജോസഫ് സക്കറിയ വൃക്ഷത്തൈ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ ജോസഫ് സക്കറിയാസ് വൃക്ഷത്തൈ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി അധ്യക്ഷത വഹിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി വ്യക്തിശുചിത്വം, മാലിന്യ സംസ്കരണം, ആരോഗ്യശീലം തുടങ്ങിയ വിഷയങ്ങളിൽ പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ സ്മിത ജോൺ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഇനി എല്ലാവരും വീട്ടിലുണ്ടാകുന്ന മറ്റ് അവശിഷ്ടങ്ങൾ, ജൈവ അവശിഷ്ടങ്ങൾ ഒരു പൊട്ട ബക്കറ്റിൽ ഇട്ട് വെക്കാനായിട്ട് വീട്ടിൽ പറയുക. വലിയ പുതിയ പാത്രമൊന്നും വാങ്ങണ്ട, ഒരു പൊട്ടിയ പാത്രത്തിൽ ഇട്ട് വെക്കുക. വൈകുന്നേരം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു ചെറിയ മൺവെട്ടി കൊണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞു കുഴി തോണ്ടിയിട്ട് അതിനുള്ളിൽ ഇട്ടത് മൂടാം. അപ്പൊ മണം വരില്ല, ചീഞ്ഞളിയില്ല, ഈച്ച വരില്ല, നിങ്ങൾക്ക് ചെയ്യാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഇപ്പൊ സർക്കാർ തന്നെ ഹരിത ദ്രുതകർമ്മ സേനയെ നമുക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ പേസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ പേസ്റ്റിന്റെ ട്യൂബും കൊണ്ട് എവിടെ പോകും? എന്തൊരു വലിയ പ്രശ്നമായിരുന്നു അത്. നമ്മുടെ വീട്ടിൽ കായപ്പൊടിയൊക്കെ വാങ്ങിക്കും. ഈ ചെറിയ ടിന്ന് നമുക്ക് പ്ലാസ്റ്റിക്കിൽ റീസൈക്കിൾ ചെയ്യുന്ന ആളുകൾ എടുത്തോണ്ട് പോവില്ല. അത് എവിടെ ഇടും? എനിക്ക് ഭയങ്കര എന്നെ ഒരു അലട്ടുന്ന ഒരു വ്യക്തിപരമായി എനിക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അതൊക്കെ. അങ്ങനെയുള്ള ധാരാളം പാരച്യൂട്ടിന്റെ എണ്ണ വാങ്ങിക്കും, അതിന്റെ കുഞ്ഞിക്കൊപ്പി റീസൈക്ലിങ്ങിന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെയും നമുക്ക് പേനയുടെ ബാരലുകൾ ഇതെല്ലാം നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ ഹരിത കർമ്മ സേന കൊണ്ടുപോകണം പഞ്ചായത്തിന്, അല്ലേ? വലിയൊരു കാര്യമാണ്. 50 രൂപ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ പറയാറുണ്ട്. പക്ഷെ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല നമുക്ക് ചുറ്റുമുണ്ടാകുന്ന മാലിന്യങ്ങൾ. ദിനാചരണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ വിവിധ കലാപരിപാടികളും പ്രവർത്തനങ്ങളും അവതരിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങളിൽ നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡിജിറ്റൽ അച്ചടക്കം, പൊതുമുതൽ സംരക്ഷണം, പരസ്പര സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും പ്രവർത്തനങ്ങളും സ്കൂളിൽ സംഘടിപ്പിക്കും. ആഷ്ബിൻ മാത്യു, മോനിക്ക ദേവസ്യ, സുരമ്യ ജോൺ, ടിൽജി ജെ മാമ്പള്ളിൽ, സിജു ജോസഫ്, ജോസഫ് ജെയ്സൺ, ജിയോ റജി തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. MK ബിജു, ജീന ജോർജ്, അശ്വതി അജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.